ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെൻറ്റർ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോയുടെ കുത്തുഓണം 2026 കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ തവണത്തെ ഓണം സെലിബ്രേഷൻ നമ്മൾ കുറച്ച് നേരത്തെയാണ് വെച്ചത്. August 9th നമ്മൾ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ നമ്മൾ ഈ തവണ കുറച്ച് നേരത്തെയാണ് വെച്ചത്. നമ്മൾ 4 o'clock കൂടി തന്നെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഡാൻസ് കോമ്പറ്റീഷനും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മുതൽ ഏറ്റവും പ്രായം കൂടിയ ആൾ വരെ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറീസിലായിട്ടാണ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എൻ്റെ ഡാൻസ് ബാച്ചസിൽ നിന്ന് എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് കുറച്ച് ഈവനിങ്സിലെ കാര്യങ്ങളൊന്നും നോക്കിയാലോ. ഇതാണ് എൻ്റെ ഏറ്റവും അടുത്തൊരു വിശേഷം. എൻ്റെ കാലിൻ്റെ നഖം വീണ്ടും പോയി ഗൈസ്. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്നത്. കുറച്ച് പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തിട്ടാണ് ക്ലാസ് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വന്നത്. ഞാനും വിഷ്ണുവും കൂടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നമ്മുടെ കരാട്ടെ ക്ലാസ്സിൻ്റെയാണ്. ഈ ഒരു ബൗട്ടാണത് കരാട്ടെ ക്ലാസ്സിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. നമുക്കിവിടെ എല്ലാം ചെയേഴ്സ് വരുമായിരുന്നു. കാരണം ഓണത്തിന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പേരൻസും നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തും. കുട്ടികളുടെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ കൾച്ചറൽ ഇവൻറ്റ്സും എല്ലാം കാണാനായിട്ട് അവരെത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇടണമായിരുന്നു ക്ലാസ്. സോ നമ്മൾ ഇതെല്ലാം മാറ്റുമായിരുന്നു. ഏതൊരു പ്രോഗ്രാം വന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. ഇതൊരു 2 years മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് പോവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ക്വിസിലേക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഐറ്റനറീസും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അടുത്ത സൈഡിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ക്ലാസ് എല്ലാം അറേഞ്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ഹിപ്പ് ഹോപ്പ് ബാച്ചിലെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അവർക്ക് പിറ്റേ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഷോ കേസ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സൈഡിൽ കൂടെ ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സും എല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്യുന്ന ചെറിയൊരു ബിറ്റ്സ് ഞാനിവിടെ കാണിക്കാം. സോങ് ഞാൻ ഇടുന്നില്ല കേട്ടോ. സോ അങ്ങനെ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സും ഡാൻസ് പ്രാക്ടീസും ക്ലീനിങ്ങും എല്ലാം ഒരു പോയിൻ്റ് ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 10 മണി 10:30 കൂടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാല് വീണ്ടും നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടിരിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ പെയിൻ കില്ലേഴ്സ് എല്ലാം എടുത്തിട്ടാണ് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കുറേ ഗെയിംസ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് പുഷപ്പ് ചലഞ്ച്. അപ്പോൾ ഈ പുഷപ്പ് ചലഞ്ച് ഇത് അഡൾട്ട്സിൻ്റെ പുഷപ്പ് ചലഞ്ചാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ കൂടി നമ്മളുടെ ഈ ഒരു ഗെയിംസിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് റൗണ്ട് വരെ വന്നത് ജിത്തുവും രാഹുലും കൂടിയാണ്. അപ്പോൾ ജിത്തുവാണ് ഫസ്റ്റ് അടിച്ചത് ആൻഡ് രാഹുൽ ഈസ് സെക്കൻഡ്. അപ്പോൾ അത് രണ്ടുപേരും നമ്മളുടെ കുട്ടികളാണ്. എല്ലാവരും നമ്മളുടെ കുട്ടികളാണ്. അപ്പോൾ രണ്ടുപേരും പണ്ട് മുതലേ നമ്മൾ ചൈൽഡ്ഹുഡ് മുതലേ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും പ്രൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ആവേശമായിരുന്നു കേട്ടോ. ഈ പുഷപ്പ് എന്ന് പറയുമ്പോൾ ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, ജിമ്മിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അനിയൻ്റെ സജഷൻ ആയിരുന്നു പുഷപ്പ് ചലഞ്ച് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് മിനിറ്റ് വരെ അവർ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 60-65 or 70-75 എന്തോ വരെ അവർ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമായിരുന്നു. കാണികളുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. ആങ്കർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആങ്കർ നല്ല അടിപൊളിയായിട്ട് ആങ്കറിങ് അതുകൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റും കൂടിയായിരുന്നു. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗെയിംസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ആസ് യൂഷ്വൽ കൊളംകര എന്ന് പറഞ്ഞ ഗെയിമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം വച്ചത് തന്നെ. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ.
എൻ്റെ കാല് വയ്യെങ്കിലും ഞാനൊരു ചെറിയൊരു തിരുവാതിര അതിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. തിരുവാതിരയ്ക്ക് ശേഷം ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാവരും എന്നോട് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ഷോർട്സിൽ കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഷോർട്സ് ഇടുന്നതായിരിക്കും, അതിൻ്റെ മെറ്റീരിയൽ എവിടെ നിന്നാന്നുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് പറയാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രോഗ്രാംസ് ഏകദേശം ഏറെക്കുറെ എല്ലാം വൈൻഡപ്പ് ചെയ്തു. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.